തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ സിംഹഭാഗവും അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൈകാരികമായ ആരാധനകളാലും വിട്ടുവീഴ്ചയില്ലാത്ത അധികാര പോരാട്ടങ്ങളിലുമാണ്. ഈ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പെൺകരുത്തായി ഉദിച്ചുയരുകയും പതിറ്റാണ്ടുകളോളം തമിഴ്നാടിന്റെ ഭാഗധേയം നിർണ്ണയിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ജയലളിത. വെള്ളിത്തിരയിലെ മിന്നും താരം എന്ന നിലയിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ അമ്മ എന്ന് വിളിക്കുന്ന അനിഷേധ്യ നേതാവിലേക്കുള്ള അവരുടെ വളർച്ച ഒരു സിനിമയെ വെല്ലുന്ന നാടകീയത നിറഞ്ഞതായിരുന്നു. വെല്ലുവിളികളെയും അപമാനങ്ങളെയും അതിജീവിച്ച് 6 തവണ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ജയലളിതയുടെ ജീവിതം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിലൊന്നാണ്. 1948 ഫെബ്രുവരി 24 അന്നത്തെ മൈസൂർ സംസ്ഥാനത്തെ മേലുക്കോട്ടൈ എന്ന സ്ഥലത്താണ് ജയലളിത ജനിച്ചത്. തമിഴ് അയ്യങ്കാർ കുടുംബത്തിൽ ജനിച്ച അവർക്ക് കോമളവല്ലി എന്നായിരുന്നു ആദ്യമിട്ട പേര്. ഒരു അഭിഭാഷകനായിരുന്ന പിതാവ് ജയറാമും മാതാവ് വേദവല്ലിയും അടങ്ങുന്നതായിരുന്നു അവരുടെ ലോകം. എന്നാൽ ജയലളിതയ്ക്ക് 2 വയസ്സ് മാത്രമുള്ളപ്പോൾ പിതാവ് അന്തരിച്ചു. ഇത് ആ കുടുംബത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും അതുപോലെ അനിശ്ചിതത്വങ്ങളിലേക്കും തള്ളിവിട്ടു. തുടർന്നാണ് അവരുടെ കുടുംബം ബാംഗ്ലൂരിലേക്കും പിന്നീട് മദ്രാസിലേക്കും താമസം മാറ്റുന്നത്. ഉപജീവനത്തിനായി അവരുടെ മാതാവ് സന്ധ്യ എന്ന പേരിൽ ചലച്ചിത്ര രംഗത്ത് സജീവമായി. അമ്മയുടെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയ ഒരു ബാല്യമായിരുന്നു ജയലളിതയുടേത്. ബാംഗ്ലൂരിലെ ബിഷപ്പ് കോട്ടൺ ഗേൾസ് ഹൈസ്കൂളിലും ചെന്നൈയിലെ സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ സ്കൂളിലുമായിരുന്നു അവരുടെ വിദ്യാഭ്യാസം. പഠനത്തിൽ അതീവ മിടുക്കിയായിരുന്ന ജയലളിത ഒരു അഭിഭാഷകയാകാനാണ് ആഗ്രഹിച്ചിരുന്നത്. മെട്രിക്കുലേഷൻ പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ തന്നെ 1ാം സ്ഥാനം നേടിയ അവർക്ക് ഉന്നത പഠനത്തിനായി സ്കോളർഷിപ്പും ലഭിച്ചിരുന്നു. കലാരംഗത്തും അവർ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥക് തുടങ്ങിയ നൃത്തരൂപങ്ങളിൽ അവർ പ്രാവീണ്യം നേടി. പിൽക്കാലത്ത് അവരുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് കരുത്തു പകർന്ന വായനാശീലവും പാണ്ഡിത്യവും വളർന്നത് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. പഠനം തുടരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി 15ാം വയസ്സിൽ അവർക്ക് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരേണ്ടി വന്നു. 1961 എപ്പിസിൽ എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. എന്നാൽ 1965 പുറത്തിറങ്ങിയ വെണ്ണിറ ആടൈ എന്ന തമിഴ് ചിത്രമാണ് അവർക്ക് വലിയ ബ്രേക്ക് നൽകിയത്. സൗന്ദര്യവും അഭിനയ പാടവവും നൃത്ത നൈപുണ്യവും ഒത്തുചേർന്ന ജയലളിത ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കുള്ള നടിയായി മാറി. MGR, ശിവാജി ഗണേശൻ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കൊപ്പം അവർ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. MGRുമായുള്ള അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയക്കൂട്ടുകളിലൊന്നായി മാറി. ഇരുവരും ചേർന്ന് 28 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. തമിഴ് കൂടാതെ തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 140ഓളം ചിത്രങ്ങളിൽ അവർ വേഷമിട്ടു. 1960കളിലും 70കളിലും തെന്നിന്ത്യൻ സിനിമകളിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി അവർ അങ്ങനെ മാറി. സിനിമയിലെ ഈ ഗ്ലാമർ പരിവേഷം പിൽക്കാലത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുകയായിരുന്നു. 1982 MGRന്റെ ക്ഷണപ്രകാരം AIADMK എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതോടെയാണ് ജയലളിതയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. MGR അവരെ പാർട്ടിയുടെ പ്രചാരണ സെക്രട്ടറിയായി നിയമിച്ചു. അവരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യവും പ്രസംഗ പാഠവും തിരിച്ചറിഞ്ഞ അദ്ദേഹം അവരെ രാജ്യസഭയിലേക്ക് അയച്ചു. ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അവർ ശ്രദ്ധിക്കപ്പെടാൻ ഇത് കാരണമാവുകയും ചെയ്തു. എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അവരുടെ വളർച്ചയിൽ അതൃപ്തിയുണ്ടായിരുന്നു. 1987 MGRന്റെ വിയോഗം ജയലളിതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പരീക്ഷണ ഘട്ടമായിരുന്നു. MGRന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ അവർ നേരിട്ട അപമാനങ്ങൾ തമിഴ് ജനത ഇന്നും മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ VN ജാനകി രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ജയലളിതയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗവുമായി പാർട്ടി 2ആയി പിളർന്നു. എന്നാൽ തൻ്റെ നിശ്ചയദാർഢ്യത്തിലൂടെ പാർട്ടിയെ വീണ്ടും ഒന്നിപ്പിക്കാനും MGRന്റെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമി താനാണെന്ന് തെളിയിക്കാനും അവർക്ക് അധിക സമയം വേണ്ടിവന്നില്ല. 1989 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായ ഏക വനിത എന്ന പദവിയിലേക്ക് അവരെത്തി. 1991 രാജീവ് ഗാന്ധിയുടെ വിയോഗത്തിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന ജയലളിത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ആദ്യമായി അധികാരമേറ്റു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അവർ അന്ന്. അധികാരത്തിലിരുന്ന കാലയളവിൽ അവർ നിരവധി സ്ത്രീപക്ഷ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു തൊട്ടിൽ കുഞ്ഞു പദ്ധതി. പെൺ ശിശുഹത്യ തടയുന്നതിനായി നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് വലിയ ആഗോള ശ്രദ്ധ ലഭിച്ചു. പിന്നീട് പലതവണ അധികാരത്തിൽ വന്നപ്പോഴും സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ക്ഷേമ പദ്ധതികൾക്കാണ് അവർ മുൻഗണന നൽകിയത്. അമ്മ ക്യാൻറ്റീൻ വഴി ചുരുങ്ങിയ ചെലവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം നൽകിയത് വലിയൊരു വിപ്ലവമായിരുന്നു. അമ്മ മരുന്നുകൾ, അമ്മ കുടിവെള്ളം, അമ്മ ലാപ്ടോപ്പ്, വിദ്യാർത്ഥികൾക്കായുള്ള മുച്ചക്ര സൈക്കിളുകൾ എന്നിങ്ങനെ നീളുന്ന ആ നിര തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ പോപ്പുലിസം എന്ന് വിളിച്ചെങ്കിലും സാധാരണക്കാർക്ക് അവർ ആപത്തുകാലത്ത് സഹായിക്കുന്ന അമ്മ തന്നെയായിരുന്നു.
ഭരണനിർവഹണത്തിൽ അവർ കാണിച്ച കർക്കശമായ നിലപാടുകൾ അവരെ ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അടയാളപ്പെടുത്തി. ജയലളിതയുടെ രാഷ്ട്രീയ ജീവിതം റോസാപ്പൂക്കൾ വിരിച്ച ഒന്നായിരുന്നില്ല. അധികാരത്തിനൊപ്പം തന്നെ അഴിമതി ആരോപണങ്ങളും അവരെ വിടാതെ പിന്തുടർന്നു. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നു. 1996 തെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ തോൽവി അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. 2014 ബംഗളൂരു പ്രത്യേക കോടതി അവരെ ശിക്ഷിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ജയിലിൽ പോകേണ്ടി വന്നതും വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ കരുത്തായി തിരിച്ചു വരുന്നതാണ് ജയലളിതയുടെ രീതി. നിയമ പോരാട്ടങ്ങളിലൂടെ അവർ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തയാകുകയും ജനവിധിയിലൂടെ വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു. അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും അണികൾക്കിടയിൽ അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർ രാഷ്ട്രീയ ചതുരംഗത്തിൽ വീണ്ടും വീണ്ടും ഉദിച്ചുയർന്നു. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്നത് കേവലം ഭരണകൂടങ്ങളുടെ മാറ്റമല്ല, മറിച്ച് രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ദശകങ്ങൾ നീണ്ടുനിന്ന തീപാറുന്ന പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ്. എം കരുണാനിധിയും ജയലളിതയും തമ്മിലുള്ള ശത്രുത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വൈകാരികവും നാടകീയവുമായ അധ്യായമാണ്. ജയലളിതയും കരുണാനിധിയും തമ്മിലുള്ള വ്യക്തിപരമായ ശത്രുത പാരമ്യത്തിലെത്തിയത് 1989 മാർച്ച് 25-നാണ്. തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനമായി ഇത് അറിയപ്പെടുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ജയലളിത സഭയിൽ സംസാരിക്കുന്നതിനിടെ ഭരണകക്ഷിയായ DMK അംഗങ്ങളുമായി വാക്കേറ്റമുണ്ടായി. സഭയ്ക്കുള്ളിൽ വെച്ച് ജയലളിത ആക്രമിക്കപ്പെടുകയും അവരുടെ സാരി വലിച്ചു കീറപ്പെടുകയും ചെയ്തു. അഴിഞ്ഞു വീണ മുടിയും കീറിയ സാരിയുമായി സഭയ്ക്ക് പുറത്തു വന്ന ജയലളിത മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പിക്കൊണ്ട് ഒരു പ്രതിജ്ഞയെടുത്തു. ഇനി ഈ സഭയിലേക്ക് ഞാൻ വരുന്നത് മുഖ്യമന്ത്രിയായിട്ടായിരിക്കും. ഈ സംഭവം തമിഴ് ജനതയ്ക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കി. ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിച്ച കരുണാനിധിയുടെ സർക്കാരിനെതിരെ ജനവികാരം ആഞ്ഞടിച്ചു. ഈ അപമാനം ജയലളിതയെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരിയിൽ നിന്ന് ഒരു വിപ്ലവകാരിയായി, അതായത് പുരട്ചി തലവിയായി മാറ്റി. 1991 അവർ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുകയും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. അധികാരത്തിൻ്റെ ചെങ്കോൽ മാറുമ്പോഴൊക്കെ ഇരു നേതാക്കളും പരസ്പരം വേട്ടയാടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 1996 കരുണാനിധി അധികാരത്തിൽ വന്നപ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ജയലളിതയെ ജയിലിലടച്ചു. ഇതിന് മറുപടി എന്നോണം 2001 ജയലളിത അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ അതീവ നാടകീയമായ ഒരു നീക്കം നടത്തി. ചെന്നൈ മേയർ പദവിയിലിരുന്ന MK സ്റ്റാലിനൊപ്പം മുൻ മുഖ്യമന്ത്രി കരുണാനിധിയെയും ഫ്ലൈ ഓവർ അഴിമതി കേസിൽ പ്രതിയാക്കി അർദ്ധരാത്രിയിൽ അവർ അറസ്റ്റ് ചെയ്തു. 78 വയസ്സുകാരനായ കരുണാനിധിയെ പോലീസ് ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ TV ചാനലുകളിലൂടെ ലോകം കണ്ടു. അവർ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന് കരുണാനിധി നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ അണികളെ പ്രകോപിപ്പിച്ചു. താൻ നേരിട്ട അപമാനത്തിന് ജയലളിത നൽകിയ മറുപടിയായിരുന്നു ആ അർദ്ധരാത്രിയിലെ അറസ്റ്റ്. ഇതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും ശത്രുതയിൽ അധിഷ്ഠിതമായി. ജയലളിത മുഖ്യമന്ത്രിയായിരിക്കെ ആശുപത്രിയിൽ കിടന്നപ്പോഴും കരുണാനിധി തൻ്റെ രാഷ്ട്രീയ വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്കിടയിൽ സൗഹൃദത്തിൻ്റെ ഒരു കവാടം പോലും തുറക്കപ്പെട്ടിരുന്നില്ല. ഒടുവിൽ ജയലളിത അന്തരിച്ചപ്പോൾ കരുണാനിധി അനുശോചനം അറിയിച്ചെങ്കിലും അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് കൃത്യമായ വിയോജിപ്പുകൾ നിലനിർത്തിയിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം കരുണാനിധിയും ലോകത്തോട് വിട പറഞ്ഞു. 2016 ഡിസംബർ 5-ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു ജയലളിതയുടെ അന്ത്യം. 75 ദിവസത്തോളം നീണ്ടുനിന്ന ആശുപത്രി വാസത്തിനൊടുവിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അവർ വിടവാങ്ങിയത്. അവരുടെ വിയോഗം തമിഴ്നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അവസാന യാത്ര നൽകാൻ മെറീന ബീച്ചിലേക്ക് ഒഴുകിയെത്തിയത്. തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിൻ്റെ അന്ത്യമായിരുന്നു അത്. ജയലളിതയുടെ മരണം പാർട്ടിക്കുള്ളിലും തമിഴ് രാഷ്ട്രീയത്തിലും വലിയൊരു ശൂന്യത സൃഷ്ടിച്ചു. അവരുടെ നേതൃത്വം നൽകിയ കരുത്തുറ്റ ഭരണകൂടം തമിഴ്നാടിനെ ഇന്ത്യയിലെ തന്നെ മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് അവർ നൽകിയ പ്രാധാന്യവും സാധാരണക്കാർക്കായുള്ള ക്ഷേമ പദ്ധതികളും ഇന്നും മാതൃകയായി തുടരുന്നു. കടുത്ത ആണധികാര രാഷ്ട്രീയത്തോട് പോരാടി ജയിച്ച ഒരു സ്ത്രീയുടെ വിജയഗാഥയാണ് ജയലളിതയുടേത്. ജയലളിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിശ്ചയദാർഢ്യം എന്ന വാക്കിനാണ് കൂടുതൽ അർത്ഥം വരുന്നത്. സിനിമയിലെ മിന്നും താരം എന്ന നിലയിലല്ല, മറിച്ച് തൻ്റെ നാടിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ അടിച്ചമർത്തപ്പെട്ടവൻ്റെയും സ്ത്രീകളുടെയും ശബ്ദമായ ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് ചരിത്രം അവരെ രേഖപ്പെടുത്തുക. വ്യക്തിപരമായ നഷ്ടങ്ങളെയും രാഷ്ട്രീയമായ ചതികളെയും അതിജീവിച്ച് അവർ പടുത്തുയർത്തിയ സാമ്രാജ്യം അവരോടുള്ള ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ തെളിവാണ്. തമിഴ്നാടിൻ്റെ വികസനത്തിന് അവർ നൽകിയ സംഭാവനകൾ ഇന്നും അവിടുത്തെ തെരുവുകളിൽ അമ്മ എന്ന പേരിൽ വിളിച്ചോതുന്നു.
തൻ്റെ പ്രിയപ്പെട്ട അണികൾക്കും തമിഴ് മക്കൾക്കും അവർ ഒരു വികാരമായിരുന്നു. വൈകാരികമായ ആരാധനയ്ക്കപ്പുറം ഒരു സംസ്ഥാനത്തെ സമഗ്രമായ വികസനത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ജയലളിത എന്ന ഭരണാധികാരിയുടെ ഏറ്റവും വലിയ വിജയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ത്രീ കരുത്തിൻ്റെ പ്രതീകമായി പുരട്ചി തലവി എന്നും ഓർമ്മിക്കപ്പെടും. അവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എത്ര വലിയ പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോയാൽ ജീവിതം സുനിശ്ചിതമാണെന്നാണ്. തമിഴ് ജനതയുടെ ഹൃദയത്തിൽ അവർ ഇന്നും ഒരു നക്ഷത്രമായി അങ്ങനെ പ്രകാശിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.